രണ്ടാം ലോക മഹായുദ്ധകാലത്തിന് ശേഷമുള്ള ഏറ്റവും പ്രശസ്തമായ നേവൽ ഓപ്പറേഷൻസുകളിൽ ഒന്നാണ് ഓപ്പറേഷൻ ട്രൈഡന്റ്. ഒരു മൂന്നാം ലോക രാജ്യത്തെ തുക്കട കപ്പൽപ്പട എന്ന പരിവേഷത്തിൽ നിന്ന് കടലിനെ ശത്രുരക്തം കൊണ്ട് ചുവപ്പിക്കാനും ഒരു രാത്രി കൊണ്ടൊരു യുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിക്കാനും ശേഷിയുള്ള പോരാളികളെന്ന ഖ്യാതി ഭാരതീയ നാവികസേനയ്ക്ക് നേടിക്കൊടുത്ത ദൗത്യം 1971 ഡിസംബർ 4 പാകിസ്ഥാന്റെ ഹൃദയം കിടുങ്ങിയ ആ രാത്രിയുടെ ഓർമ്മകൾ നൽകുന്ന ഭയം അവർക്ക് ഇപ്പോഴും ഉണ്ടെന്നതിനുള്ള തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നാം കണ്ടത്. മണിമുഴങ്ങാൻ കാത്തുനിൽക്കുന്ന ബോക്സറെ പോലെ അറബിക്കടലിൽ ഇന്ത്യൻ നേവി ഷിപ്പുകൾ തയ്യാറെടുക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് സമസ്താപരാധവും ചൊല്ലി പാകിസ്ഥാൻ കാലിൽ വീണതെന്ന് വേണമെങ്കിൽ പറയാം. ഡിസംബർ 3 ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന പേരിൽ ഭാരതത്തിൻ്റെ വിവിധ വ്യോമകേന്ദ്രങ്ങളിൽ പാകിസ്ഥാന്റെ വ്യോമാക്രമണം. നെറുകം തലയ്ക്ക് തിരിച്ചടിക്കണമെന്ന ചിന്ത ഡൽഹിയിൽ രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ ചെത്തിമിനുക്കിയ ബാറ്റിൽ പ്ലാനുകളൊന്ന് അന്നത്തെ നാവികസേനാ തലവനായിരുന്ന അഡ്മിറൽ SM നന്ദ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ പ്രതിരോധമെന്നതിനപ്പുറത്തേക്ക് കടന്നു കയറിയുള്ള ആക്രമണത്തിന് ഭാരതീയ നാവികസേനയെ സജ്ജനാക്കിയ സേനാതലവൻ കൂടിയാണ് അദ്ദേഹം. 65 യുദ്ധത്തിൽ സമുദ്രപരിധി ലംഘിക്കരുതെന്ന സർക്കാരിൻ്റെ തിട്ടൂരമനുസരിച്ച് പാകിസ്ഥാൻ ദ്വാരകയിൽ ആക്രമണം നടത്തിയപ്പോൾ നോക്കി നിൽക്കാൻ മാത്രം കഴിഞ്ഞതിൻ്റെ അരിശം തീർക്കാൻ നന്ദയ്ക്ക് കിട്ടിയ അവസരം കൂടിയായിരുന്നു ട്രൈഡന്റ്. പടിഞ്ഞാറൻ നാവികസേനാ കമാൻഡിന്റെ നേതൃത്വത്തിലാണ് ഭാരതം ട്രൈഡന്റിന്റെ രൂപരേഖ തയ്യാറാക്കുന്നത്. പിന്നീട് കില്ലർ സ്ക്വാഡ്രൺ എന്ന് ഖ്യാതി നേടിയ 25ാം മിസൈൽ ബോട്ട് സ്ക്വാഡ്രണിലെ വിദ്യുത് ക്ലാസ്സിൽപ്പെടുന്ന INS നിപത്, INS നിർഖത്, INS വീർ എന്നീ 3 ചെറുബോട്ടുകളാണ് ട്രൈഡന്റിനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1969 സോവിയറ്റ് യൂണിയനിൽ നിന്നും വാങ്ങിയ 8 ഓസ-1 ക്ലാസ് മിസൈൽ ബോട്ടുകളാണ് ഇന്ത്യയുടെ വിദ്യുത് ക്ലാസ്. സോവിയറ്റ് മേഡ് തന്നെയായ SSN-2B സ്റ്റിക്സ് സർഫസ് ടു സർഫസ് മിസൈലുകൾ 4 വീതം വഹിക്കാൻ ശേഷിയുള്ള ബോട്ടുകൾ ഓപ്പറേഷന് തിരഞ്ഞെടുത്തെങ്കിലും ഈ കുഞ്ഞൻ ഫാസ്റ്റ് അറ്റാക്ക് മിസൈൽ ബോട്ടുകൾക്ക് അവയുടെ സഞ്ചരിക്കാവുന്ന ദൂരത്തിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു. ഒപ്പം റഡാർ, മിസൈൽ റേഞ്ചുകൾ പരിഗണിക്കുമ്പോഴും പരമാവധി ഒരു 40 നോട്ടിക്കൽ മൈൽ എന്നിവയായിരുന്നു വിദ്യുത് ക്ലാസുകളുടെ പ്രഹരപരിധി എന്നത്. ഈ പോരായ്മ പരിഹരിക്കാൻ മറ്റ് കപ്പലുകൾ ഉപയോഗിച്ച് കറാച്ചി തീരത്തിന് ഏതാണ്ട് അടുത്തുവരെ കെട്ടിവലിച്ചു കൊണ്ടുപോകുക എന്നതായിരുന്നു പദ്ധതി. ഇങ്ങനെ അർണാല ക്ലാസ് ആൻറ്റി സബ്മറൈൻ കോർവെറ്റുകളായിരുന്ന INS കിൽത്താൻ, INS കാച്ചൽ, ഒപ്പം ഫ്ലീറ്റ് ടാങ്കറായ INS പോഷക് എന്നിവയും കറാച്ചി സ്ട്രൈക്ക് ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറി. ഡിസംബർ 4 കമാൻഡർ BB യാദവ് നേതൃത്വം നൽകിയ സ്ട്രൈക്ക് ഗ്രൂപ്പ് കറാച്ചി തീരത്തിന് ഏതാണ്ട് 250 നോട്ടിക്കൽ മൈൽസ് അകലെയെത്തി പാകിസ്ഥാൻ വ്യോമസേനയുടെ നിരീക്ഷണ പരിധിക്ക് പുറത്ത് കാത്തുകിടന്നു. പാക് വ്യോമസേനയ്ക്ക് അക്കാലത്ത് രാത്രി ആക്രമണത്തിലുള്ള ശേഷിയില്ലാതിരുന്നതിനാൽ രാത്രിയിൽ ഓപ്പറേഷൻ നടത്തുക എന്നതായിരുന്നു യുദ്ധതന്ത്രം. അങ്ങനെ പാകിസ്ഥാൻ സമയം രാത്രി 10:30. ഇന്ത്യൻ സംഘം കറാച്ചി തീരത്തിന് 180 നോട്ടിക്കൽ മൈൽ അടുത്തേക്കെത്തുന്നു. ഏതാണ്ട് 70 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ ശത്രുവിൻ്റെ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ റഡാറിൽ അപ്പോഴേക്കും തെളിഞ്ഞു തുടങ്ങുന്നുണ്ട്. കെട്ടഴിഞ്ഞ വേട്ടനായ്ക്കളെ പോലെ ഭാരതത്തിൻ്റെ കുഞ്ഞൻ ബോട്ടുകൾ ആ ഇരുട്ടിൻ്റെ മറവിൽ പാക് കടലിലേക്ക് പാഞ്ഞു കയറി കഴിഞ്ഞിരുന്നു. വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് കുതിച്ച INS നിർഖതാണ് ആദ്യ വെടി പൊട്ടിക്കുന്നത്. പാകിസ്ഥാന്റെ ബാറ്റിൽ ക്ലാസ് ഡിസ്ട്രോയറായിരുന്ന PNS ഖൈബറായിരുന്നു ഇര. കപ്പലിൻ്റെ വലതുവശത്ത് പതിച്ച സ്റ്റിക്സ് മിസൈലിൻ്റെ പ്രഹരശേഷിയിൽ പ്രൊപ്പൽഷൻ നഷ്ടമായി നിശ്ചലമായി തീർന്ന ഖൈബറിലേക്ക് രണ്ടാമതൊരു മിസൈൽ കൂടി നിർഖത് തൊടുത്തുവിടുന്നുണ്ട്. 222 പാക് നാവികരുമായി PNS ഖൈബർ കടലിനടിയിലേക്ക് മുങ്ങിത്താണു. ഇന്ത്യൻ വ്യോമസേന എയർ റെയ്ഡ് നടത്തുന്നുവെന്നതായിരുന്നു ഖൈബറിലെ ടോപ്പ് കമാൻഡ് ആ ഘട്ടത്തിൽ തെറ്റിദ്ധരിക്കുന്നത്. 3 കുഞ്ഞൻ ബോട്ടുകൾ ഇങ്ങനെയൊരു ആക്രമണം നടത്തുമെന്നൊരു ആലോചന പോലും പാക് നാവികർക്ക് ഉണ്ടായിരുന്നതേയില്ല. ഇന്ത്യൻ വിമാനങ്ങൾ ആക്രമിക്കുന്നുവെന്ന് പാക് നേവൽ കമാൻഡിലേക്ക് തെറ്റായ സന്ദേശം നൽകിയതും
തങ്ങളുടെ സ്ഥാനം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതും ഖൈബറിൻ്റെ വിധിയെഴുതിയ ഘടകങ്ങളാണ്. INS നിപത്തിൻ്റെയായിരുന്നു അടുത്ത യൂഴം. 11 മണിയോടെ നിപത്തിൽ നിന്ന് പറന്ന 2 മിസൈലുകളുള്ള MV വീനസ് ചലഞ്ചർ എന്ന പാക് സൈന്യത്തിന് വെടിക്കോപ്പുകൾ എത്തിച്ചുകൊണ്ടിരുന്ന ചരക്ക് കപ്പലിൽ പതിച്ചു. ഉഗ്രസ്ഫോടനത്തോടെ വീനസ് ചലഞ്ചർ കടലിൽ താണു. വീനസിന് അകമ്പടി സേവിച്ചിരുന്ന C ക്ലാസ് ഡിസ്ട്രോയറായ PNS ഷാജഹാനിൽ പതിച്ച രണ്ടാമത്തെ മിസൈൽ ആ കപ്പലിനെ പ്രത്യാക്രമണത്തിനോ തുടർ ഉപയോഗത്തിനോ ശേഷിയില്ലാത്ത വിധം നശിപ്പിച്ചു കളയുകയും ചെയ്തിരുന്നു. പിന്നീട് ഒരിക്കലും PNS ഷാജഹാൻ പാക് സേനയുടെ ഭാഗമായിട്ടില്ല. ആ രാത്രി 11 മണി കഴിഞ്ഞ് 20ാമത്തെ മിനിറ്റിൽ ട്രൈഡന്റിന്റെ ഭാഗമായ 3ാമത്തെ മിസൈൽ ബോട്ട് INS വീർ പാക് മൈൻ സ്വീപ്പർ ഷിപ്പായ PNS മുഹാഫിസിനെ ലക്ഷ്യമിട്ടു. ബോട്ട് സൈഡ് അഥവാ ഇടതുവശത്ത് പതിച്ച സ്കിഡ് മിസൈലിന്റെ പ്രഹരത്തിൽ ഒരു അപായ സന്ദേശം പോലും അയക്കാൻ കഴിയാത്ത വിധം മുഹാഫിസും 33 നാവികരും കറാച്ചി തീരക്കടലിന്റെ ആഴങ്ങളിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ കറാച്ചി ഹാർബറിന്റെ 14 നോട്ടിക്കൽ മൈൽ അടുത്തുവരെ കുതിച്ചെത്തിയ INS നിപാത്ത് കെമാരിയിലെ ഇന്ധന സംഭരണശാലയിലേക്കും ആക്രമണം നടത്തി. 2 മിസൈലുകളിൽ 1 മാത്രമാണ് ലക്ഷ്യം കണ്ടതെങ്കിലും പടുകൂറ്റൻ ഇന്ധന ടാങ്കറുകൾ ഒന്നാകെ പൊട്ടിത്തെറിച്ചു. കറാച്ചിയുടെ ആകാശത്ത് ഇന്ത്യൻ വിജയത്തിന്റെ അഗ്നിനാളങ്ങളും പാക് പരാജയത്തിന്റെ കരിമ്പുകയും. പാകിസ്ഥാന്റെ യുദ്ധകാല ഇന്ധന റിസർവിന്റെ ഏതാണ്ട് പാതിയുമെന്ന് എരിഞ്ഞു തീർന്നിരുന്നു. ഇത് പിന്നീട് പാകിസ്ഥാനിൽ ഇന്ധനക്ഷാമത്തിനും കാരണമായി മാറി. ആക്രമണത്തിന് ശേഷം ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്ത്യൻ നേവി വെസലുകൾ ഓഖയിലെ നാവിക താവളത്തിലേക്ക് മടങ്ങിയെത്തി കഴിയുമ്പോഴും എന്താണ് സംഭവിച്ചതിൻ്റെ ഒരു പൂർണ്ണരൂപം മനസ്സിലാക്കാൻ പോലും പാകിസ്ഥാന് സാധിച്ചിരുന്നില്ല. ഓപ്പറേഷൻ ട്രൈഡൻ പെട്ടെന്നൊരു ദിവസം അടിച്ചപ്പോൾ തിരിച്ചടിച്ച മിഷനാണെന്ന് നമ്മൾ കരുതരുത്. 71-ൽ യുദ്ധത്തിനുള്ള സാധ്യത തെളിയുമ്പോൾ തന്നെ പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കാനുള്ള വിവിധ പദ്ധതികൾ അഡ്മിറൽ നന്ദയുടെ നേതൃത്വത്തിൽ തയ്യാറായി കഴിഞ്ഞിരുന്നു. അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ഒരു പാക് കപ്പലും അടുക്കാത്ത വിധത്തിൽ INS വിക്രാന്തിന്റെ വിന്യാസവും ഓപ്പറേഷൻ ട്രൈഡന്റും ഓപ്പറേഷൻ പൈത്തണുമെല്ലാം അങ്ങനെ രൂപപ്പെട്ടു വന്നവയാണ്. കറാച്ചിയിലെ ആക്രമണം അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന്റെ അടിവേരിളക്കിയിരുന്നു. പാക് നാവികസേനയുടെ മുഴുവൻ ഫ്ലീറ്റുകളും കേന്ദ്രീകരിച്ചിരുന്നത് കറാച്ചിയിലാണ്. നിർണായകമായ വിവിധ ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ, കിഴക്കൻ പാകിസ്ഥാനിലേക്കുള്ള ചരക്ക് നീക്കത്തിന് പാകിസ്ഥാന്റെ ഏക ആശ്രയം, പാക് സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്രം എന്നിങ്ങനെ അതീവ നിർണായകമായിരുന്നു കറാച്ചി തുറമുഖം. ഒരു തരത്തിലുമുള്ള ആക്രമണങ്ങൾ അതിനി കടൽ വഴിയാണെങ്കിലും ശരി, ആകാശം വഴിയാണെങ്കിലും ശരി, ഉണ്ടാകാതിരിക്കാനുള്ള സർവ്വസന്നാഹങ്ങളും പാകിസ്ഥാൻ കറാച്ചിയിൽ ഒരുക്കിയിരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ആ സജ്ജീകരണങ്ങളെയും പാകിസ്ഥാൻ ഇന്റലിജൻസിനെയും വളരെ മനോഹരമായി കബളിപ്പിച്ചാണ് ഭാരതീയ നാവികസേന ഓപ്പറേഷൻ ട്രൈഡന്റ് വിജയകരമാക്കിയത്. സിന്ധു നദീതട കാലത്തോളവും ഋഗ്വേദ കാലത്തോളവും പഴമയും ഗരിമയും പറയുവാനുണ്ട് ഭാരതത്തിന്റെ നാവിക പാരമ്പര്യത്തിന്. മെസപ്പൊട്ടോമിയയിലേക്ക് വരെ കപ്പലോടിച്ച ഭാരതീയരുടെ അലിഖിത ഗാഥകൾ ഹാരപ്പയും മോഹൻജദാരോയും നമുക്ക് പറഞ്ഞു തരും. എഴുതപ്പെട്ട ചരിത്രത്തിലെ ആദ്യ കപ്പൽപ്പട ചന്ദ്രഗുപ്ത മൗര്യന്റെ മഗധയിലായിരുന്നുവെന്നത് മറന്നു പോകരുത്. പിന്നീട് ഇങ്ങോട്ട് ശതവാഹനന്മാരും ഗുപ്തന്മാരും ചോളരും ഛത്രപതി ശിവാജിയും കോഴിക്കോട് സാമൂതിരിമാരുമെല്ലാം ഭാരതത്തിന്റെ ആ ചിരപുരാതനമായ നാവിക കരുത്തിന്റെ പ്രതീകങ്ങളായി മാറിയിട്ടുമുണ്ട്. ആ സമ്പന്നമായ ചരിത്രത്തിലേക്കാണ് ആധുനിക കാലത്തെ ഏറ്റവും വലിയ നാവിക പോരാട്ടങ്ങളിലൊന്നായി 1971 ഡിസംബർ 4 നടന്ന ഓപ്പറേഷൻ ട്രൈഡന്റും ഇഴുകിച്ചേരുന്നത്. ആ വലിയ നേട്ടത്തിന്റെ ഓർമ്മ പുതുക്കലായി നാവികസേനാ ദിനം നമ്മുടെ നാട്ടിൽ സർവ്വസൈനാധിപയുടെ സാന്നിധ്യത്തിൽ ആഘോഷിക്കപ്പെടുമ്പോൾ അഭിമാനത്തോടെ നമുക്കും പങ്കുചേരാം.